Greetings to you all in the glorious name of our Lord and Savior, Jesus Christ, who is coming soon to receive his glorious church. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളോടൊന്ന് ചാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ വലിയ കരുണയ്ക്കും കൃപയ്ക്കും ദയയ്ക്കുമായി സ്തോത്രം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം ആണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. എന്നാൽ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രി വായിക്കുകയും അതിൽ നിന്ന് ചെയ്യുവാൻ കഴിയുന്നത്ര കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടും. Of Revelation, chapter 7, reading from verse 9. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാർ വെള്ളനിലങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവരുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് നേരേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു. 7-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്, 12 വരെയുള്ള വാക്യങ്ങളാണ് ഈ രാത്രി ചിന്തയ്ക്കായി വായിച്ചത്. ഇവിടെ നമ്മൾ കാണുന്നു, ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ടതായ 1,44,000 പേരെ കുറിച്ചുള്ള സംഖ്യയും അതിന്റെ വിവരങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നെറ്റിമേൽ, തന്റെ ദാസന്മാരുടെ നെറ്റിമേൽ മുദ്രയിട്ട് തീരുവോളം, മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് 7-ാം അധ്യായം ആരംഭിക്കുന്നത്. അപ്പോ 7-ാം അധ്യായത്തിന്റെ 8 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതിൽ മുദ്രയേറ്റവരുടെ സംഖ്യയും ആരാണ് മുദ്രയേറ്റവർ എന്നും കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമുക്ക് ചിന്തിക്കുവാൻ കർത്താവിന്റെ കൃപയാൽ ഇടയായി. ഇന്ന് രാത്രി ചിന്തിക്കുന്നതോ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഈ രാത്രിയുടെ വെളിയിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ആഫ്റ്റർ ദീസ് തിങ്സ്, ഇതിന് ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുമായി ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം ഒരു മഹാപുരുഷാരം, a great multitude of people, great
multitude of people from each nations, each tribes, each languages, each nations, each tribes, each languages, അങ്ങനെ 3 സ്ഥലങ്ങളിൽ നിന്നോ തെരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു വലിയൊരു സമൂഹം ജനം, എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, innumerable multitude of people. No one can count the number of the people who are standing in front of the throne and the Lamb of God. ഇവിടെ എങ്ങനെയാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? You will read that words in English from 9 to 12. After this I behold and a great multitude which no man could number, of all nations and kindreds and people and language. That means from each corner of the world. എല്ലാ ഭാഷകളിൽ നിന്നും, എല്ലാ ഗോത്രങ്ങളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതായ എണ്ണിക്കൂടാത്തൊരു സമൂഹം. They were standing in front of the throne of God and the Lamb of God. ദൈവകുഞ്ഞാടിനും സിംഹാസനത്തിനും മുമ്പിൽ എണ്ണിക്കൂടാത്ത വലിയൊരു കൂട്ടം. ഒരു വലിയ ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. Who are the innumerable great multitude? ആരാണ് എണ്ണിക്കൂടാത്തതായ ഈ വലിയൊരു ഗ്രൂപ്പ്? Who are they? ഇവരാരായിരിക്കും? അതിന്റെ ഉത്തരം 7-ാം അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂപ്പന്മാരിൽ വേഴ്സ് 13, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളയങ്കി ധരിച്ച് ഇരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്നു വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദിസ് ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ came out of the great tribulation period and they have washed their trust in the blood of the Lamb of God. ദൈവകുഞ്ഞാടിന്റെ രക്തത്താൽ അവരുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ചിരിക്കുന്ന മഹാകഷ്ടകാലത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വലിയ സമൂഹം ജനം. ഇവിടെ 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ വായിക്കുന്നു, ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൽ കുഞ്ഞാടിനും മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ ദി ഇന്നുമറബിൾ, അൺകൗണ്ടബിൾ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, ആർക്കും എണ്ണിക്കൂടാത്ത മഹാജനം, മഹാപുരുഷാരം, മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കതാണ് മഹാപുരുഷാരം. അവരെന്താണ് ധരിച്ചിരിക്കുന്നത്? വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ മഹാപുരുഷാരം ഹൂ ആർ ദേ? അവരാരാണ്? അവരെവിടെ നിന്ന് വന്നു? ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ആൻസർ ഇതാണ്. 7-ാം അധ്യായം വേഴ്സ് 13. And one of the elders
answered, saying unto me, what are these which are arrayed in white robes, and whence came they? And I said unto him, Sir, thou knowest. And he said to me, these are they which came out of great tribulation, and have washed their robes and made them white in the blood of Lamb. അപ്പോ ഈ മഹാപുരുഷാരം ഞാന് നേരത്തെ പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ ഓർപ്പിച്ചു, 1,44,000 പേര് സഭയിലെ മൂപ്പന്മാരാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാര് ദൈവജനത്തിന് നടുവിലുണ്ട്. 1,44,000 പേർ സഭയിലെ മൂപ്പന്മാരാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ജനമുണ്ട്. അവര് പറയുന്നത് ഈ മഹാപുരുഷാരം എന്ന് പറയുന്നത് ദൈവസഭയിലെ ബാക്കിയുള്ള അംഗങ്ങളാണ്. എന്നാൽ ഇവിടെ വ്യക്തമായി യുക്തമായും വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വെള്ളവസ്ത്രധാരികളായി കൈകളിൽ കുരുത്തൂലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായി മഹാസമുദ്രം, മഹാപുരുഷാരം, അവർ ആരാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ 7-ന്റെ 13-ലും 14-ലും നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ വ്യക്തമായ ഉത്തരം ലഭിക്കുന്നു. അവരാരാണ് എന്ന് ചോദിച്ചപ്പോ പറയുന്നു, they came out from great tribulation and they have washed their dress in the blood of the Lamb. ഈ വെള്ളനിലയങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോല, ഈ കുരുത്തോല എന്നൊക്കെ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു മിശിഹ ഓശാന നാളിൽ തന്റെ ഈ ലോക ജീവിതത്തിന്റെ അവസാന ദിനങ്ങളിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് മാർച്ച് ചെയ്തൊരു മാർച്ചുണ്ട്. സഖറിയാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലും വായിക്കുന്ന കഴുതപ്പുറത്ത് കയറിക്കൊണ്ട് കുട്ടിക്കഴുതയുടെ പുറത്ത് പെൺകഴുതയുടെ പുറത്ത് കയറി യേശു മിശിഹ ദാവീദിന്റെ പുത്രന്റെ ഹോശന്ന ഹോശന്ന എന്ന് പറഞ്ഞുകൊണ്ട് യെരൂശലേമിലേക്ക് കയറി വരുന്ന ഒരു കാഴ്ച മത്തായി 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതിന് ഉപോത്ഫലകമായിട്ടാണ് എന്നാണ് ക്രിസ്തീയ സമൂഹങ്ങൾ പറയപ്പെടുന്ന ഓശാന ഞായറാഴ്ച. അടുത്ത ഞായറാഴ്ചയാണ് ക്രിസ്തീയ സമൂഹങ്ങളുടെ ഓശാന ഞായറാഴ്ച. ഈ ഓശാന ഞായറാഴ്ച പ്രതിനിധീകരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദേവാലയത്തിലേക്കുള്ള പ്രത്യക്ഷതയെ കാണിക്കുന്നതാണ്. കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരൂശലേമിലേക്ക് കടന്നു വരുന്നൊരു കാഴ്ചയാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലും സഖറിയാ പ്രവചനം 9-ാം അധ്യായത്തിലും അതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിജയശ്രീ ലാളിതനായി രാജാതി രാജാവായി കർത്താവായ യേശു മിശിഹ യെരൂശലേം ദേവാലയത്തിലേക്ക് കയറി വരുന്നു. കയറി വരുമ്പോൾ കൂടെ നിന്ന ജനം ഒരു വൃക്ഷത്തിന് ഇലകൾ വെട്ടിയിട്ടുകൊണ്ട് കുരുത്തോലകൾ വഴിയിൽ കൈകളിൽ പിടിച്ചുകൊണ്ട് അവരവരുടെ വസ്ത്രങ്ങൾ റോഡിൽ വിരിച്ചുകൊണ്ട് ദാവീദിന്റെ പുത്രന്റെ ഹോശന്ന 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 എന്ന് പാടിക്കൊണ്ട് കർത്താവായ യേശു മിശിഹായെ സ്വീകരിക്കുന്നതായ ഒരു വലിയൊരു കൂട്ടം ജനത്തെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ കുരുത്തോലകൾ കരങ്ങളിൽ പിടിച്ച് ഇവർ കുഞ്ഞാടിനെ അനുഗമിക്കുക. ഇവർ നിൽക്കുന്നത് എവിടെയാ? Where they are standing? They are standing in front of the throne of God and in the Lamb of God. ദൈവ കുഞ്ഞാടിനും സിംഹാസനത്തിനു മുമ്പിൽ കയ്യിൽ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് വെള്ളവസ്ത്രധാരികളായി ഒരു മഹാപുരുഷാരം, ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, ഒരു വലിയ പുരുഷാരം ജനം, അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുന്നു. എന്നിട്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തിയാണ്
നമ്മൾ പിന്നീട് വായിക്കുന്നത്. സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. They were standing in front of the throne of God. ദൈവിക സിംഹാസനത്തിന് മുമ്പിലായിരുന്നു നിൽക്കുന്നത്. ദൈവജനം ദൈവിക സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഒരിക്കൽ മാത്രമാണ്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നാം ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവർ ആകുന്നു എന്ന് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം they were always standing in front of the throne of God and the Lamb of God. ദൈവിക കുഞ്ഞാടിനും ദൈവസിംഹാസനത്തിന് മുൻപാകെ അവരെന്നും നിന്നുകൊണ്ടിരിക്കുക. ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറയാം. ദൈവജനം ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ആകാശമേഘങ്ങളിലായിരിക്കും. ഈ സംഭവങ്ങൾ നടക്കുന്നത് മഹോപദ്രവ കാലഘട്ടത്തിന്റെ 2-ാം പകുതിയിൽ ആയിരിക്കുന്നത് കൊണ്ട് ആ മഹോപദ്രവം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവസഭ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭ, മണവാളനായ ക്രിസ്തുവിനോടുകൂടെ ആകാശമേഘങ്ങളിലായിരിക്കും എന്നുള്ളത് കൊണ്ട് ഇത് ദൈവസഭയല്ല എന്ന് ശക്തിയുക്തമായി തിരുവചനത്തിൽ കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോ ഇവൻ ആരാണ് എന്ന് 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഒരു കാര്യം, 13-ാം വാക്യത്തിലെ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് അതിന്റെ താഴെയുള്ള ഭാഗങ്ങൾ ഞാൻ ചിന്തിച്ചുകൊള്ളാം. 14-ാം വാക്യത്തിലാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി മുക്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപകൽ അവനെ ആരാധിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ, the great multitude of people, those who are standing in front of the throne of God and the Lamb of God, they are the people came out from the great tribulation. ഈ സിംഹാസനത്തിന് മുൻപാകെയും കുഞ്ഞാടിന്റെയും മുൻപാകെ നിൽക്കുന്നതായ ഈ മഹാപുരുഷാരം അവർ മഹാ ഉപദ്രവ കാലഘട്ടത്തിൽ നിന്ന്, മഹാ കഷ്ടകാലത്തിൽ നിന്ന് വന്നവർ. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, മഹാ കഷ്ടകാലത്തിൽ നിന്ന് വന്നവർ. 13-ാം വാക്യം, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ. ശ്രദ്ധിക്കണേ. അപ്പൊ എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, മഹാപുരുഷാരം നിൽക്കുന്നത് യോഹന്നാൻ കണ്ടെങ്കിൽ 24 മൂപ്പന്മാരവിടുണ്ട്. 4 ജീവികളും സിംഹാസനത്തിന് മുമ്പിൽ നിൽപ്പുണ്ട്. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ മഹാസമുദ്രത്തെ കണ്ടിട്ട് മൂപ്പന്മാരിൽ ഒരുത്തനോട് ശ്രദ്ധിക്കുക, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, 24 മൂപ്പന്മാരുണ്ട്, അവരിൽ ഒരുവൻ യോഹന്നാനോട്, who are these people? ഇവർ വെള്ളവസ്ത്രധാരികളായി സിംഹാസനത്തിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഈ മഹാപുരുഷാരം ആര് എന്ന് ചോദിച്ചപ്പോൾ
ഈ മഹാപുരുഷാരത്തിൽ ആരാണ് എന്ന് മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറയുന്നു. അദ്ദേഹം പറയുന്നു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഇവരാരാ? ഈ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് പറയുമ്പോ ദേ ആർ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഫസ്റ്റ് നമ്പർ, they are the people of Israel. Second group, they are the left behind group from the rapture of the church. Third group, they are the people, those who did not accept Jesus Christ as their personal Savior and Lord. That means the Gentile nations. അപ്പൊ ഞാൻ പറയട്ടെ, മഹോപദ്രവ കാലഘട്ടത്തിൽ ഈ ഭൂമണ്ഡലത്തിൽ താമസിക്കുന്ന നിലനിൽക്കുന്ന 3 കൂട്ടം ആൾക്കാരാണുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലും അത് ഓർമ്മിക്കുവാനിടയായി. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഓർ ദി ജൂയിഷ് പീപ്പിൾ. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് the left behind people from the rapture of the church. Third group എന്ന് പറയുന്നത് the Gentile nations, those who are not accepting the lordship of Jesus Christ. അതൊന്നുകൂടെ മലയാളത്തിൽ ഞാൻ ക്ലിയർ ചെയ്ത് പറയാം. മഹോപദ്രവ കാലഘട്ടത്തിൽ ഈ ഭൂമണ്ഡലത്തിൽ നിലനിൽക്കുന്നതായ 3 ഗ്രൂപ്പ് ജനം. ഒന്ന്, യഹൂദ രാജ്യം, അഥവാ യഹൂദന്മാർ, ഇസ്രായേൽ ജനം എന്നുള്ള ഒരു ഗ്രൂപ്പ്. 2, ദൈവസഭയുടെ ഉൾപ്രമാണത്തിൽ നിന്ന് കൈവിടപ്പെട്ടു പോകുന്ന ഒരു മഹാഗ്രൂപ്പ്, ഒരു വലിയ ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കാതെ ഈ ഭൂലോകത്തിൽ ശേഷിച്ചിരിക്കുന്ന ജാതികളായ രാജ്യങ്ങൾ. നിങ്ങൾക്കത് വളരെ വിശദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ ഞാൻ ഓർപ്പിച്ചതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ. 3 type of people were in the Great Tribulation people, Great Tribulation period. 3 type of people were in the Great Tribulation period. First type, the Jewish people or the nation of Israel. The Jewish people or the nation of Israel. Second group, ഞാൻ ഒരിക്കൽ കൂടെ ക്ലിയർ ചെയ്യുന്നു. Second group is the left behind people from the rapture of the church. ദൈവസഭയുടെ ഉൾപ്രമാണത്തിൽ ഉൾപ്പെടാത്തതായ ഒരു വലിയ കൂട്ടം ജനം, കൈവിടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ജനം. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ ഇതുവരെ അംഗീകരിക്കാത്തതായ ഒരു വലിയ സമൂഹം ജാതികൾ. അപ്പോ മഹോപദ്രവ കാലഘട്ടത്തിൽ 7-ാം അധ്യായത്തിൽ അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ മഹാപുരുഷാരം കയ്യിൽ കുരുത്തോലകളും പിടിച്ചുകൊണ്ട് സിംഹാസനത്തിന്റെയും ദൈവകുഞ്ഞാടിന്റെയും മുൻപാകെ നിൽക്കുന്നത് യോഹന്നാൻ കാണുന്നു. എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് standing in front of the throne of God and the Lamb of God. ദൈവകുഞ്ഞാടിന്റെയും ദൈവിക സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുന്ന മഹാപുരുഷാരം ജനം. അവരുടെ കയ്യിൽ എന്തുണ്ട്? കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് അവർ കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് രാപകലില്ലാതെ കുഞ്ഞാടിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. ചിന്തിക്കുക. Who came out of the great tribulation
and washed their robes white in the blood of the Lamb, standing before the throne of God and serving the Lamb of God day and night. ചിന്തിക്കാൻ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഈ മഹാപുരുഷാരം കുഞ്ഞാടിന്റെയും ദൈവസിംഹാസനത്തിന്റെയും മുൻപാകെ നിന്നുകൊണ്ട് രാപകലില്ലാതെ കുഞ്ഞാടിനെ പുകഴ്ത്തി ആരാധിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇവരുടെ പണി എന്താ? വാട്ട് ദേ ആർ ഡൂയിങ്, ഇവരുടെ ജോലി എന്തെന്നറിയാമോ? ദേ വർഷിപ്പ് the Lamb of God and standing in front of the throne of God. They worship day and night those who are sitting on the throne and the Lamb of God. സിംഹാസനത്തിൽ ഇരിക്കുന്നവരെയും ദൈവിക കുഞ്ഞാടിനെയും രാപകലില്ലാതെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മഹാപുരുഷാരം. ഈ വലിയ പുരുഷാരം അവരെന്താ ചെയ്യുന്നത്? ഇവരെവിടെ നിന്ന് വന്നു എന്നാ? ദ ഒറിജിൻ ഓഫ് ദ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ്. ഈ മഹാപുരുഷാരം എവിടെ നിന്നാണ് വന്നത്? ദേ ആർ ഫ്രം എവറി നേഷൻ, എവറി ട്രൈബ്, every group of people and language. The origin of the great multitude. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. മഹാപുരുഷാരത്തിന്റെ ഉറവിടം അതെവിടെ നിന്നാണ്, അവരെവിടെ നിന്ന് വന്നു എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. They have been selected from every nation, every tribe, every people and every language. സകല ജാതികളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും, സകല ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരാണിവർ. സകല ജാതികളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം മഹാപുരുഷാരം. They have been collected from every nation, every tribe, every people and every language. ഇവര് എല്ലാരും അങ്ങനെ വന്നവരാണ്. അവരുടെ അപ്പിയറൻസ്, അവരെങ്ങനെയാണ് അവരുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? They are clothed in white robes and holding palm branches. അവർ വെള്ളവസ്ത്രധാരികളായി കയ്യിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവരെങ്ങനെ അപ്പിയർ ആകുന്നു? ഈ മഹാപുരുഷാരം, നമ്മൾ ഈ കാണുന്ന മഹാപുരുഷാരം, അവർ വെള്ളവസ്ത്രധാരികളാണ്, കയ്യിൽ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അവരെവിടെയാണ് നിൽക്കുന്നത്? The location where they are standing. They stand before the throne of God and the Lamb of God. അവർ നിൽക്കുന്നത് ദൈവിക സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുൻപാകെ നിൽക്കുന്നു. അപ്പോ ഒരു കാര്യം, ഈ വെള്ളവസ്ത്രം എന്തിനെയാണ് കാണിക്കുന്നത്? വെള്ളവസ്ത്രം കാണിക്കുന്നത് വിശുദ്ധിയെയും ജയോത്സവമായി നടക്കുന്നവരെയും കാണിക്കും. കുഞ്ഞാടിന്റെ white robe symbolize purity and victory achieved through the blood of the Lamb. ദൈവകുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അവരുടെ വസ്ത്രം കഴുകൽ പ്രാപിച്ചവരായി വന്നു. ഈ വെള്ളവസ്ത്രധാരികളായി സിംഹാസനത്തിന്റെയും ദൈവകുഞ്ഞാടിന്റെയും മുൻപാകെ നിൽക്കുന്ന ഇവർ കയ്യിൽ കുരുത്തോലകളുമായി സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുൻപാകെ നിന്നുകൊണ്ട് ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് കൂടെ നമുക്ക് നോക്കാം. 7-ാം അധ്യായത്തിന്റെ
10-ാം വാക്യം ഞാൻ വായിക്കുന്നു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. 10-ാം വാക്യത്തിൽ വായിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഒരു വലിയ മഹാപുരുഷാരം കുഞ്ഞാടിന്റെയും ദൈവസിംഹാസനത്തിലെ മുൻപാകെ വെള്ളവസ്ത്രധാരികളായി നിൽക്കുകയാണ്. ഇവരെന്നാ പറയുന്നേ? അവർ പറയുന്നത് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവരെ വിളിച്ചു പറയുന്നത് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെയും ദൈവ കുഞ്ഞാടിന്റെയും ദാനം എന്നത്രേ അവർ വിളിച്ചു പറയുന്നത്. ഇതിനോട് ചേർന്ന് നമുക്ക് എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കാൻ പറ്റും. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. എബ്രായർ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, എബ്രായർ 2-ന്റെ 4-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി കഴിയും? വേറൊരു വാക്യം കൊണ്ടുണ്ട്. ആകാശത്തിന് കീഴിൽ നാം രക്ഷിക്കപ്പെടുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. അപ്പോസ്തലപ്രവൃത്തി 4:12. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ യേശു കർത്താവിന്റെ നാമം എന്നല്ലാതെ വേറൊരു നാമവുമില്ല. ആക്ട്സ് 4:12. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ 144,000 പേരോടുകൂടെ ഒരു മഹാപുരുഷാരം, എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, അവർ നിൽക്കുന്നത് ദൈവിക സിംഹാസനത്തിന്റെയും ദൈവ കുഞ്ഞാടിന്റെയും മുൻപാകെ. വെള്ളവസ്ത്രധാരികളാണ് അവർ. അവരുടെ കൈകളിൽ അവർ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുന്നു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടായ യേശു കർത്താവിന്റെയും ദാനമാകുന്നു എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുക. ഇവർ ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവരുടെയും ചുറ്റും നിന്ന്, ശ്രദ്ധിക്കണേ, all angels, 24 elders, 4 creatures. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ആരാധനയുടെ പ്രാധാന്യം നിങ്ങൾ ചിന്തിക്കുക. സിംഹാസനത്തിൽ സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റിലും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവന്നു വീണു. അപ്പൊ ശ്രദ്ധിക്കണേ, ഇവർ ആർത്ത് പാടിക്കൊണ്ടിരിക്കുക. എന്ത് പാടിക്കൊണ്ടിരിക്കുന്നു? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെയും ദാനമത്രേ എന്ന് ഇവർ ആർത്ത് പാടിക്കൊണ്ടിരിക്കുക. ഈ ആർത്ത് പാടിക്കൊണ്ടിരിക്കുന്നവർ, അവരുടെ കൂട്ടത്തിൽ സകല ദൂതന്മാരും 24 മൂപ്പന്മാരും 4 ജീവികളും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവന്നു വീണു. ചിന്തിക്കണേ, all angels of God, 24 elders and 4 creatures. സിംഹാസനത്തിന്റെ ചുറ്റിലും നിൽക്കുന്നവരാണ് ഇവരൊക്കെ. സിംഹാസന ചുറ്റിൽ എന്താണെന്ന് 4-ാം അധ്യായം സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം.
ദൈവിക സിംഹാസനത്തിന്റെ ചുറ്റിൽ 24 മൂപ്പന്മാർ, 24 സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ വേഷം, അവർ വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടം ധരിച്ചിട്ടുണ്ട്. ആര്? ദൈവസിംഹാസനത്തിന്റെ ചുറ്റിലും ഉള്ള 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവർ വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടവും വച്ച് ഇരിക്കുന്ന 24 മൂപ്പന്മാർ. പിന്നെ സിംഹാസനത്തിന് ചുറ്റിലും നിൽക്കുന്നത് 4 ജീവികളാണ്. അപ്പോ these are the group standing around the throne of God. ഒരു സിംഹാസനത്തിന് ചുറ്റിൽ നിൽക്കുന്നവരാണ് അവർ. all angels of the Lord, കർത്താവായ ദൈവത്തിന്റെ സകല ദൂതന്മാരും ഈ 24 മൂപ്പന്മാരും 4 ജീവികളും ഒരുപോലെ സിംഹാസനത്തിന് മുൻപാകെ കവന്നു വീണു. എന്നുവെച്ചാൽ അവരെന്താ പറയുന്നേ? അവരെന്ത് പറയുന്നു? അവര് പറയുന്ന കാര്യം കൂടെ നമുക്ക് നോക്കാം. അവരെന്താ പറയുന്നേ? 11-ാം വാക്യം. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നു സിംഹാസനത്തിന് മുമ്പിൽ വീണു. എന്നുവെച്ചാൽ അവര് പറയുക, ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ബലവും ആമേൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിന് ചുറ്റിലും നിൽക്കുന്ന ഈ മഹാപുരുഷാരത്തോട് ചേർന്ന് സിംഹാസനത്തിന് മുമ്പില് ഈ മഹാപുരുഷാരം നിൽക്കുന്നു. സിംഹാസനത്തിന് ചുറ്റിലും 24 ചെറിയ സിംഹാസനങ്ങളുണ്ട്. ആ സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് തലയിൽ പൊൻകിരീടധാരികളായി ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റിലും നിൽക്കുന്നുണ്ട്. They were standing around the throne of God. The Ancient of Days sat on the throne. The Ancient of Days, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. ദാനിയേൽ പ്രവചനത്തിലെ വാക്യമാണ്. The Ancient of Days, പുരാതനായവൻ, അദ്ദേഹമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. In front of this throne, ഈ സിംഹാസനത്തിന് മുമ്പിലാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന മഹാപുരുഷാരം, the great multitude of people. They were standing in front of the throne of God and the Lamb of God. ദൈവകുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെയും മുൻപാകെയാണ് ഈ മഹാപുരുഷാരം നിൽക്കുന്നത്. അവരെന്ത് ധരിച്ചിരിക്കുന്നു? ഈ മഹാപുരുഷാരം അവർ ധരിച്ചിരിക്കുന്നത് വെള്ളവസ്ത്രധാരികളായി കരങ്ങളിൽ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഈ മഹാപുരുഷാരം. അതേ സമയത്ത് തന്നെ ദൈവസിംഹാസനത്തിന് മുൻപാകെ ചുറ്റിലും നിൽക്കുന്ന 24 ചെറിയ സിംഹാസനങ്ങൾ, small thrones, 24 thrones. In that 24 thrones, 24 elders were sitting. ദൈവസിംഹാസനത്തിന് ചുറ്റിലും 24 ചെറിയ സിംഹാസനങ്ങളുണ്ട്. അവയിൽ 24 മൂപ്പന്മാർ വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടവും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ജനം. 24 മൂപ്പന്മാർ. അവർക്ക് ചുറ്റിലും 4 ജീവികളുണ്ട്. ഒന്നാം ജീവി സിംഹത്തിന് തുല്യം, രണ്ടാം ജീവി കാളയ്ക്ക് തുല്യം, മൂന്നാം ജീവി മനുഷ്യമുഖമുള്ളത്, നാലാമത്തെ ജീവി
ഇത് ഞാന് 4-ാം അധ്യായത്തിൽ വെച്ച് വിവരിച്ചതാണ്. അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് വിസ്താരമായിട്ട് ഞാൻ കടക്കുന്നില്ല. അപ്പോ സിംഹാസനത്തിന് ചുറ്റിലുമുള്ള 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്നതായി 24 മൂപ്പന്മാർ വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടവും ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന മഹാപുരുഷാരം അവർ വെള്ളവസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അവരുടെ തലയിൽ കിരീടമൊന്നുമില്ല. അവരുടെ കൈകളിൽ കുരുത്തോലകൾ പിടിച്ചിട്ടുണ്ട്. ആ ഒരു ക്വാളിറ്റി മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ 24 മൂപ്പന്മാർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ത്രോൺ ഓഫ് ഗോഡ്, ദൈവിക സിംഹാസനത്തിന്റെ ചുറ്റിലും നിൽക്കുന്നവരാണ് ഈ 24 മൂപ്പന്മാർ. അവരുടെ വസ്ത്രം വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടവും ധരിച്ചുകൊണ്ടാണ് ഈ 24 മൂപ്പന്മാർ നിൽക്കുന്നത്. അതേ സമയത്ത് 7-ാം അധ്യായത്തിൽ പറയുന്ന മഹാപുരുഷാരം, എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, those who are standing in front of the throne of God and in the Lamb of God, ദൈവകുഞ്ഞാടിന്റെയും ദൈവ സിംഹാസനത്തിന്റെയും മുൻപാകെ നിൽക്കുന്ന മഹാപുരുഷാരം, അവരുടെ വസ്ത്രം വെള്ളവസ്ത്രം അവരും ധരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ കൈകളിൽ ഒരു കാര്യമുണ്ട്, കുരുത്തോലകൾ പിടിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും, താൻ മാത്രം ആർക്കും കാണുവാൻ കഴിയാത്തവനും, ആരും കണ്ടിട്ടില്ലാത്തവനും, ധന്യനായ ഏകാധിപതിയുമായ ദൈവകുഞ്ഞാടിന് മുൻപാകെ അവർ നിൽക്കുമ്പോൾ അവർ കൈകളിൽ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് കുഞ്ഞാടിനെ രാപകൽ ആരാധിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ അത്യുച്ചത്തിൽ ഇങ്ങനെ പറയുന്നു, രക്ഷ എന്നത് സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെയും ദൈവകുഞ്ഞാടിന്റെയും ദാനമാകുന്നു എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അപ്പോ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലേ ഈ ഭാഗം പൂർത്തിയാകട്ടെ. അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗങ്ങളോട് ചിന്തിച്ച് ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിക്കുമോ നോക്കട്ടെ. 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഇവർ അത്യുച്ചത്തിൽ ദൈവത്തെ രാപകൽ ആരാധിച്ചുകൊണ്ടിരുന്നു. 12-ാം വാക്യം അവിടെയാണ് തീരുന്നത്. അവര് പറയുന്നത്, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞാൽ സകല ആരാധനകളും നമ്മുടെ ദൈവത്തിനും കുഞ്ഞാടിനും ഈ മഹാപുരുഷാരം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ മഹാപുരുഷാരം പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. 13-ാം വാക്യം. ഈ മഹാപുരുഷാരം ആരെന്നറിയണ്ടേ? ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് ഞാന്. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ? വെള്ളയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ വലിയ പുരുഷാരം, ഈ മഹാപുരുഷാരം വെള്ളയങ്കി ധരിച്ച് കരങ്ങളിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് ദൈവസിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുൻപാകെ നിന്നുകൊണ്ട് രാപകൽ കുഞ്ഞാടിനെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും പുകഴ്ത്തിയും ആരാധിച്ചും കൊണ്ട് നിൽക്കുന്നവരാണ്. ഇവർ ആരാണ് എന്ന് മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് ചോദിക്കുക. ഇവർ ആരാകുന്നു? മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വളരെ ശ്രദ്ധിക്കുക, മൂപ്പന്മാരിൽ ഒരുത്തൻ, one among the 24 elders
to John, who are these people standing in front of the throne of God and the Lamb of God? ദൈവിക സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുൻപാകെ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവർ ആര്? ഇവർ എവിടെ നിന്ന് വന്നു? രണ്ട് ചോദ്യം. ഈ മഹാപുരുഷാരം ആരാണോ? രണ്ട്, ഇവരെവിടെ നിന്നാണ് വന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾക്കും വ്യക്തമായൊരു ഉത്തരം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉപദേശ വിഷയം ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ ഭാഗം വായിക്കുന്നത്. 14-ാം വാക്യം. യജമാനന് അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, മൂപ്പന്മാരിൽ ഒരുവനായ യോഹന്നാനോട് ചോദിച്ചത്, ഇവരാരാണ്? ആര്? ഈ മഹാപുരുഷാരം. വെള്ളവസ്ത്രധാരികളായി അതോ വെള്ള നിലയങ്കി ധരിച്ച് കൈകളിൽ കുരുത്തോലകളും പിടിച്ചുകൊണ്ട് ദൈവസിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുൻപാകെ നിൽക്കുന്ന ഈ മഹാപുരുഷാരം ആരാകുന്നു എന്ന് യോഹന്നാനോട് ചോദിച്ചത് 24 മൂപ്പന്മാരിൽ ഒരുവനാണ്. അപ്പൊ 24 മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറയുന്നു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. എവിടെ നിന്ന്? മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഈ ഞാൻ പറഞ്ഞല്ലോ 144,000 പേർ ദൈവസഭയിലെ മൂപ്പന്മാരാണെന്നും ഈ മഹാപുരുഷാരം ദൈവസഭയിലെ ബാക്കിയുള്ള അംഗങ്ങളാണെന്നും പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ജനം ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. ആ കൂട്ടായ്മയുടെ പേര് ഞാൻ എടുത്ത് പ്രത്യേകം പറയണമെന്നില്ല. ഒരു കൂട്ടം ജനം ക്രിസ്തീയ സമൂഹത്തിന്റെ നടുവിലുണ്ട്. ഈ 144,000 പേർ ദൈവസഭയ്ക്കകത്തു നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടതായ മൂപ്പന്മാരുടെ സംഘമാണെന്നും ഈ മഹാപുരുഷാരം ദൈവസഭയിലെ ബാക്കിയുള്ള അംഗങ്ങളാണെന്നും പഠിപ്പിക്കുന്ന വേദവിപരീതത്തിന് തക്കതായൊരു മറുപടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ മഹാപുരുഷാരം ആരാകുന്നു എന്ന് 24 മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് ചോദിച്ചപ്പോ യോഹന്നാൻ പറഞ്ഞു, യജമാനനെ അങ്ങേക്കറിയാം, എനിക്കറിഞ്ഞുകൂടാ. അപ്പൊ യോഹന്നാനോട് പറയുകയാണ്, ഇവർ മഹാകഷ്ടകാലത്തിൽ നിന്ന് വന്നവർ. They came out of the great tribulation period. ഇങ്ങനെയാണ് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. They came out of the great tribulation period and washed their robes with the blood of the Lamb of God. ദൈവകുഞ്ഞാടിന്റെ രക്തത്തിൽ അവരുടെ അങ്കി വെളുപ്പിച്ചവർ അത്രേ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഈ മഹാപുരുഷാരം അവർ ദൈവസഭയുടെ അംഗങ്ങളല്ല. കാരണം ദൈവസഭ ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ കാണപ്പെടുകയില്ല. അതിന് കാരണം ദൈവസഭ ഈ കാലഘട്ടത്തിൽ നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ആകാശമേഘങ്ങളിൽ മധ്യാകാശത്തിൽ കർത്താവിനോട് കൂടെ വാഴുന്ന 7 വർഷക്കാലമാണിത്. അപ്പൊ നിങ്ങൾക്കിത് ക്ലിയറായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നു, യോഹന്നാനോട് മൂപ്പന്മാരിൽ ഒരുവൻ ചോദിച്ചു, ഹൂ ആർ ദീസ് പീപ്പിൾ? ഇവർ ആര്? അവരുടെ ഡ്രസ്സിങ് ഞാൻ പറഞ്ഞല്ലോ, വെള്ള നിലയങ്കി ധരിച്ചിട്ടുണ്ട്, കൈകളിൽ ഓരോ കുരുത്തോലയും പിടിച്ചിട്ടുണ്ട്. എന്ന് ചോദിക്കുന്നു, ഹൂ ആർ ദീസ് പീപ്പിൾ ഡ്രസ് ഇൻ വൈറ്റ് റോബ്സ്? വെള്ളവസ്ത്രധാരികളായി നിൽക്കുന്ന ഇവരാരാകുന്നു? ഉടനെ
ഈ മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറയാ, they came out from the great tribulation. They came out from the great tribulation and washed their robes with the blood of the Lamb of God. ദൈവകുഞ്ഞാടിന്റെ രക്തത്തിൽ അവരുടെ അങ്കിയെ മുക്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നവരാണ് ഇവർ. മലയാളത്തിൽ അങ്ങനെ തന്നെയല്ലേ? മലയാളത്തിൽ ഇങ്ങനെ തന്നെയാ വായിക്കുന്നത്. അവർ എവിടെ നിന്ന എന്ന് ചോദിച്ചു. അപ്പൊ പറയുക, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. മഹാകഷ്ടം. ഇവർ they came out of the great tribulation. അങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനില് ഒന്ന് നോക്കാം, അതങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. Verse 13, verse 14 ആണ്, these are they which came out of great tribulation and have washed their robes and made them white in the blood of the Lamb. വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, ഇവർ മഹാകഷ്ടകാലത്തിൽ നിന്ന് വന്നവർ. അവരുടെ വസ്ത്രം കുഞ്ഞാടിന്റെ രക്തത്തിൽ മുക്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. മലയാളത്തിൽ അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. മലയാളത്തിൽ അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ആര്? The great multitude of people. മഹാപുരുഷാരം സിംഹാസനത്തിന്റെയും ദൈവകുഞ്ഞാടിന്റെയും മുൻപാകെ കാണപ്പെടുന്ന ഈ മഹാപുരുഷാരം ഇവരെവിടെ നിന്ന് വന്നു, ഇവരാരാകുന്നു എന്ന് യോഹന്നാൻ ഈ 24 മൂപ്പന്മാരിൽ ഒരുവരോട് ചോദിച്ചപ്പോ അതിന് കിട്ടിയ ഉത്തരമാണ്, ഇവർ മഹാകഷ്ടകാലത്തിൽ നിന്ന് വന്നവർ. അവർ തങ്ങളുടെ അങ്കി കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ചിരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ മഹോപദ്രവ കാലഘട്ടത്തിൽ അതിനു മുമ്പ് വേർതിരിക്കപ്പെട്ട 1,44,000 യഹൂദ സമൂഹത്തിലെ ജനങ്ങളും, ഇവിടെ പറഞ്ഞാൽ ഈ 7-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ ഞാൻ സംസാരിക്കുന്ന വിഷയത, I heard the people those who are numbered. മുദ്രയേറ്റവരുടെ പേരുകൾ ഞാൻ കേട്ടു. എവിടെ നിന്ന്? അവർ ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 1,44,000 പേർ. അവര് ഈ 1,44,000 പേര് മുദ്രയേറ്റവർ മഹോപദ്രവ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ അവരെ മുദ്ര വെച്ച് വേർതിരിച്ചു. നെറ്റിമേൽ മുദ്ര വെച്ച് വേർതിരിച്ചവരാണ്. പിന്നെ ഈ വലിയ കഷ്ടത്തിൽ കൂടി ഇവർ കടന്നു പോയിട്ട് അവർ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ കഴുകി അവരുടെ അങ്കിയെ വെളുപ്പിച്ചിരിക്കുന്നവരാണ്. വെളിപ്പാട് 7-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. സ്തോത്രം. അവർ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവരുടെ അങ്കി കറപുരണ്ടതായിരുന്നു. കറപുരണ്ട അങ്കി. നമ്മൾ യെശയ്യാപ്രവൃത്തി വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിൽ ഒരു വലിയ ഭയങ്കരമായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം വായിക്കാൻ കഴിയും. ഞാൻ അത് വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ ചാപ്റ്റർ 63 ഓഫ് യെശയ്യാ 63-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നവൻ ഇവനാ. ഒരു ചോദ്യമാണ്,
നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുമന്നു ധരിക്കുന്നത് എന്ത്? അടുത്ത ചോദ്യം. നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിന്റെ പോലെ ആയിരിക്കുന്ന എന്തോ? അടുത്തത് പറയുന്നു, അവരുടെ രക്തം എന്റെ വസ്ത്രത്തിൽ തെറിച്ചു, എന്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന്റെ വസ്ത്രം പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും രക്തം വീണ് മലിനമായി കിടക്കുക. ആ മലിനമായി കിടക്കുന്ന വസ്ത്രം അലക്കി വെളുപ്പിക്കാം. ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം അവർക്ക് വേണ്ടി ചൊരിയും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന അവന്റെ ആലയത്തിൽ രാപകൽ അവനെ ആരാധിക്കുന്നു. ശ്രദ്ധിക്കണേ. Because their dress were made white by the blood of the Lord Jesus Christ or the Lamb of God. അവരുടെ വസ്ത്രം ദൈവകുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളിപ്പാക്കിയത് കൊണ്ട്, അവരുടെ വസ്ത്രങ്ങൾ ദൈവകുഞ്ഞാടിന്റെ വലിയൊരു രക്തത്താൽ കഴുകി വെളിപ്പാക്കിയത് കൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന അവന്റെ ആലയത്തിൽ പകൽ അവനെ ആരാധിക്കുന്നു. ഇവരുടെ ഡ്യൂട്ടി, ഈ മഹാപുരുഷാരത്തിന്റെ ഡ്യൂട്ടിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാപുരുഷാരത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ദൈവ അവരുടെ വസ്ത്രം കളങ്കം പറ്റിയതായ കറ പുരണ്ടതായ അങ്കിയൊക്കെയും നീക്കി നിർമ്മലമായ ഒരു വസ്ത്രം അവർക്ക് ധരിപ്പാൻ കൊടുത്തു. കുഞ്ഞാടിന്റെ വലിയൊരു രക്തത്താൽ കഴുകി വെടിപ്പാക്കിയ വസ്ത്രങ്ങൾ, അങ്ങനെ അവർ അത് കഴുകി വെടിപ്പാക്കി ലഭിച്ചു കഴിഞ്ഞപ്പോ അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് അവന്റെ ആലയത്തിൽ രാപകൽ അവനെ ആരാധിക്കുന്നു. എന്നുവെച്ചാൽ അവർ പറയുക, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. അടുത്തത് കേട്ടോണേ. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. ശ്രദ്ധിച്ചോണേ. ഇതൊക്കെ ഒന്ന് വിവരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. സമയം അധികമായി പോകുന്നത് കൊണ്ട് ഞാൻ ഭാഗം ഒന്ന് വിടുകയാണ്. ഇതിൽ ഒന്ന് വായിച്ചു വിടാം. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപകലവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. അടുത്തത്, ഇനി അവർക്ക് വിശക്കത്തില്ല, ദാഹിക്കയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. ശ്രദ്ധിക്കണേ, ഇവര് ദൈവസിംഹാസനത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞു. ആര്? ഈ മഹാപുരുഷാരം. കാരണം അവരവരുടെ വസ്ത്രങ്ങളെ കുഞ്ഞാടിന്റെ വലിയൊരു രക്തത്തിൽ കഴുകി വെളുപ്പിച്ചിരിക്കുക. ഇവിടെ യോഹന്നാനോട് 24 മൂപ്പന്മാരിൽ ഒരുവൻ പറയുന്നത്, ഇവർ മഹാകഷ്ടകാലത്തിൽ നിന്ന് വന്നവരാ. അവർ തങ്ങളുടെ അങ്കികളെ കുഞ്ഞാടിന്റെ രക്തത്തിൽ മുക്കി അലക്കി ശുദ്ധീകരിച്ചവരാ. എന്നുവെച്ചാണ് പറയുന്നത്, ഇവർ ദൈവ കുഞ്ഞാടിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് രാപകൽ കുഞ്ഞാടിനെയും സിംഹാസനത്തിലിരിക്കുന്നവരെയും ആരാധിച്ചുകൊണ്ടിരിക്കുക. എഴുന്നേറ്റ് പറയുന്നു, അവർക്ക് അവിടെ വിശപ്പില്ല, അവർക്കവിടെ ദാഹമില്ല, അവിടെ യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന് മധ്യേ
ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുകയും ചെയ്യും. ഈ ഭാഗങ്ങൾ കർത്താവ് വെച്ചാൽ ഇതിന്റെ അവസാനത്തെ വാക്യങ്ങൾ കർത്താവ് വെച്ചാൽ വെള്ളിയാഴ്ച നമുക്ക് ചിന്തിക്കാം എന്ന് ഞാൻ കർത്താവിൽ ചിന്തിക്കുന്നു. കാരണം ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ്. അപ്പൊ ഇങ്ങനെ ഒന്ന് പറഞ്ഞു വിട്ടുപോയാൽ ശരിയാകത്തില്ല. 14 മുതൽ താഴോട്ടുള്ള വേദവാക്യങ്ങൾ കർത്താവ് അനുവദിക്കുന്ന പക്ഷം വെള്ളിയാഴ്ചത്തെ ലൈവ് സ്ട്രീമിൽ നമുക്ക് ചിന്തിക്കാമെന്ന് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടും. അപ്പോ ഈ മഹാപുരുഷാരം ആരാണ്? മഹാപുരുഷാരം ഇവരെവിടെ നിന്ന് വന്നു? ഇവരാര്? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്. മഹാപുരുഷാരം എന്ന് പറയുന്നവർ ഇവർ മഹാകഷ്ടകാലത്തിൽ നിന്ന് വന്നവർ. The great multitude came out of the great tribulation period. മഹാകഷ്ടകാലത്തിൽ നിന്ന് വന്നവർ. 2, ഇവർ തങ്ങളുടെ വസ്ത്രം കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ചിരിക്കുന്നവരാണ്. അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. അവര് വെള്ളവസ്ത്രധാരികളായി കയ്യിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ടാണ് ഈ മഹാപുരുഷാരം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ഇവർക്ക് എങ്ങനെ വെള്ളവസ്ത്രം കിട്ടിയെന്നാണ് 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാനോട് 24 മൂപ്പന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, ഇവർ തങ്ങളുടെ അങ്കി കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ചിരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിന്റെ വലിയൊരു രക്തത്താൽ തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം പ്രാപിച്ചവരാണ്. വെള്ളവസ്ത്രധാരികളായി കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുന്ന ഈ മഹാപുരുഷാരം ഇവർ മഹാ കഷ്ടകാലത്തിൽ നിന്ന് വന്നു. കഴിഞ്ഞ രാത്രിക്കാലം ഞാനുടെ വാക്കിലൂടെ ചുരുക്കട്ടെ. ചില ദുരുപദേശക്കാർ പഠിപ്പിക്കുന്നത് പോലെ അല്ല. ദൈവജനത്തിന്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കി ദൈവജനം മുമ്പോട്ട് പോകണമേ എന്ന് ഞാൻ കർത്താവിൽ ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രിയുടെ വെളിയിൽ ഞാൻ എൻ്റെ വാക്കിലൂടെ ചുരുക്കട്ടെ. Those who are standing in front of the throne of God and the Lamb of God. ദൈവസിംഹാസനത്തിന് മുൻപാകെ നിൽക്കുന്ന മഹാപുരുഷാരം, വെള്ളനിലങ്കി ധരിച്ചവരായി കയ്യിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവർ ആരാകുന്നു? ഇവർ മഹാകഷ്ടകാലത്തിൽ നിന്ന് വന്നവർ. അവർ തങ്ങളുടെ അങ്കി കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ചിരിക്കുന്നവർ എന്നതിന്റെ അർത്ഥം ഈ മഹാകഷ്ടകാലത്തിൽ കൂടെ ഇവർ കടന്നുപോയപ്പോൾ അവർ യേശു കർത്താവിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കപ്പെട്ട ഒരു വലിയ ഗ്രൂപ്പ് ജനമാണ്. ഞാൻ ആരംഭത്തിലെ ഓർമ്മിച്ചു, ഈ മഹാകഷ്ടകാലത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ ഒന്ന് the Jewish nation അഥവാ people of Israel. 2, the left behind people from the rapture of the church. ദൈവസഭയുടെ ഉൾപ്രമാണത്തിൽ ഉൾപ്പെടാത്തതായി കൈവിടപ്പെട്ടു പോയ ജനം. 3, കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതുവരെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാത്തതായ ജാതികളായ ഒരു കൂട്ടം ജനം. ഇവരിൽ നിന്നാണ്, ഈ 3 കൂട്ടം ജനങ്ങളിൽ നിന്നാണ് കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുന്ന മഹാപുരുഷാരം. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചിരിക്കുന്നവരാണ്. ഇവരാണ് കുഞ്ഞാടിന് മുൻപാകെ നിൽക്കുന്ന മഹാപുരുഷാരം. ആകാൽ ഈ മഹാപുരുഷാരം യഹൂദന്മാരുടെ നടുവിൽ നിന്നും കൈവിടപ്പെട്ടു പോകുന്ന ദൈവസഭയിലെ അംഗങ്ങളുടെ നടുവിൽ നിന്നും. അപ്പൊ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും, ദൈവസഭയിലുള്ളവർ കൈവിടപ്പെട്ടു പോകുമോ? കർത്താവിന്റെ വരവ് വരെ വിശ്വസ്തയോടും വിശുദ്ധിയോടും
തമ്മിൽ എടുക്കപ്പെടുന്നു. ഒന്നും കൂടെ പറയാം, രണ്ടുപേർ ഒരുപോലെ തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവനെ എടുക്കും, ഒരുവൻ കൈപ്പെടും. രണ്ടുപേർ വയലിലിരിക്കും, ഒരുവനെ എടുക്കും, ഒരുവൻ കൈവിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ only 50% of people can take up in the rapture of the church. കർത്താവ് വരുവോളം വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തതയിലും നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ജനം, അവരാരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. They will be taking in the rapture. The rest of the people are called the left behind people. ബാക്കിയുള്ള ജനത്തെയാണ് കൈവിടപ്പെട്ടു പോയ ദൈവജനം എന്ന് പറയുവാൻ കഴിയും. ഒരു വലിയ ഗ്രൂപ്പ് കാണുന്നത് അത് ഫ്രം all the Christian congregations, all the Christian congregations. അത് തന്നെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാകും. പിന്നെ യഹൂദന്മാർ, പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതുവരെ അംഗീകരിക്കാത്തതായ ജാതിക രാജ്യങ്ങളുടെ ഒരു വലിയൊരു ഗ്രൂപ്പ്. These people are mingled and collected and called, included in the multitude of great multitude of people. മഹാപുരുഷാരത്തിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവർ ഇവരായിരിക്കും. മഹാപുരുഷാരം ദൈവസിംഹാസനത്തിലെ കുഞ്ഞാടിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ, അവർ ഇവരായിരിക്കും. യഹൂദന്മാരുണ്ടാകും, കൈവിടപ്പെട്ടു പോകുന്ന ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്ന് കൈവിടപ്പെട്ടു പോകുന്നവരുണ്ടാകും. അടുത്തത് യേശു കർത്താവിനെ ഇതുവരെ അംഗീകരിക്കാത്തതായ ജാതിക രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നാണ് മഹാപുരുഷാരം എന്ന് യോഗം നാം പറഞ്ഞിരിക്കുന്നത്. ഈ മഹാപുരുഷാരം nobody can count their numbers. അവരുടെ സംഖ്യാർക്കും എണ്ണിക്കൂടാത്ത വണ്ണമുള്ള ഒരു വലിയ വൃക്ഷം. They are standing in front of the throne of God and the Lamb of God. ഇവർ ദൈവസിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിന് മുമ്പിലും നിൽക്കുന്നു. അവർ വെള്ളവസ്ത്രം ധരിച്ചിട്ടുണ്ടോ, കരങ്ങളിൽ കുരുത്തോലയും ധരിച്ചിട്ടുണ്ടോ. ഇവരെങ്ങനെ വെള്ളവസ്ത്രം അവർക്ക് കിട്ടി? അവർക്ക് ആ വെള്ളവസ്ത്രം എങ്ങനെ കിട്ടിയെന്നറിയോ? ഇവരെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞത് ഇവർ മഹാകഷ്ടകാലത്തിൽ നിന്ന് വന്നവരാ. അവർക്ക് എങ്ങനെ വെള്ളവസ്ത്രം കിട്ടിയെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ തങ്ങളുടെ അങ്കി കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. ഇവർ തങ്ങളുടെ അങ്കി കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ചിരിക്കുന്നതാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ these people came out from the great tribulation, a great multitude of people. They have washed their robes with the blood of the Lamb of God. ദൈവ കുഞ്ഞാടിന്റെ വലിയ രക്തത്തിൽ മുക്കി അലക്കി വെളുപ്പിച്ച് കൈകളിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് ഇവർ സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുമ്പാകെ നിന്നുകൊണ്ട് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, രക്ഷ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെയും കുഞ്ഞാടിന്റെയും ദാനമത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞാടിന്റെ മുമ്പാകെ വീണ് നിരന്തരം രാപകലില്ലാതെ കുഞ്ഞാടിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവസാന ഭാഗം 14 മുതൽ 17 വാക്യങ്ങൾ കർത്താവ് വെച്ചാൽ അടുത്ത ലൈവ് സ്ട്രീമിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ദിസ് ഈസ് പാസ്റ്റർ സണ്ണി കെ തോമസ് signing off from Changanur. We will meet on Friday if God allows. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.